പണ്ടൊക്കെ എനിക്ക് മീൻകറിയും ചിക്കൻ കറിയും വെക്കാനൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ മീൻകറി വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ മീൻകറിക്കുള്ള മസാല. ആ മീനിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനെടുത്ത് വറക്കുന്നുമുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 5-6 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു കേട്ടോ ഇത്. ഫ്രിഡ്ജിൽ നമുക്ക് പച്ചക്കറികളൊക്കെ അടുക്കി വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ കണ്ടെയ്നേഴ്സ്. അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഉലുവായും ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അങ്ങിട്ട് ഇളക്കിയിട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമുക്ക് ചെറിയ ഉള്ളി തീർന്നു പോയത് കൊണ്ട് സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവോള കുഞ്ഞായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇവിടെ ഞങ്ങൾ 3 പേരും എരിവ് തീരെ താല്പര്യമില്ലാത്തവരായതുകൊണ്ട് ഞാനൊരു പച്ചമുളകാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ കൂടുതലും ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു നുള്ള എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സവോള വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനിൻ്റെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് ആ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുടംപുളിയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻ വറുത്തത് സെറ്റായിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് കോരി വെച്ചു കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ മസാലയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്ന ഒരു സമയത്ത് നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സ്പൂണും തവിയൊന്നും ഇട്ട് ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.